മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സസ് 24 to 27. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ ഈശോ അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേലെ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. യാക്കോബും യോഹന്നാനും ഈശോയുടെ രാജ്യത്തിൽ മറ്റു ശിഷ്യന്മാരെക്കാൾ ഉന്നത പദവിയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ അമ്മ അതിനായി ശുപാർശ ചെയ്തു. ഇത് കേട്ട് മറ്റു ശിഷ്യന്മാർ അവരോട് അസൂയപ്പെട്ടു. അവരുടെ അസൂയ മനസ്ഥിതി അവരെ നശിപ്പിക്കുമെന്ന് ഈശോ മനസ്സിലാക്കി അവരെ ശാസിച്ചു. അസൂയ മനുഷ്യനെ നശിപ്പിച്ച് അവന്റെ സകല പദവിയിൽ നിന്നും അവനെ അന്യപ്പെടുത്തും. 10 ശിഷ്യന്മാർ സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞില്ലെങ്കിലും ഉയർച്ച ലഭിച്ചവരോട് അസൂയാലുക്കളായിരുന്നു. അഹങ്കാരം 2 പേരെ ബാധിച്ചപ്പോൾ 10 പേർ അസൂയ ബാധിച്ചവരായിരുന്നു. കൂടുതൽ ആളുകളെ ബാധിക്കുന്ന കുറവാണ് അസൂയ. അസൂയ ആത്മനാശത്തിന് മാത്രമേ കാരണമാകൂ. യാക്കോബിന്റെ 10 മക്കൾ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ കാട്ടുകുഴിയിൽ തള്ളിയിട്ടു. പിന്നീട് അടിമയാക്കി വിറ്റു. ദൈവം ജോസഫിനെ ഉയർത്തി. ഉപദ്രവിച്ച സഹോദരന്മാർ ജോസഫിന്റെ മുമ്പിൽ വണങ്ങേണ്ട ഒരു കാലമുണ്ടായി. ഹാബേലിനോട് അസൂയ തോന്നിയ കായേൻ സഹോദരനെ കൊന്നു. തൽഫലമായി കായേൻ ഉഴലുന്നവനായിട്ട് മാറി. ദാവീദിന്റെ ഉയർച്ചയിൽ അസൂയപ്പെട്ട സൗൾ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ സൗൾ തന്നെ നശിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, അസൂയ സ്വയം നശിപ്പിക്കുന്ന ബോംബാണ്. നമ്മുടെ സൂക്ഷിപ്പിൽ ഒരിക്കലും അത് വയ്ക്കരുത്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.